ഉപമുഖ്യമന്ത്രി പദം വേണ്ട എന്നാണ് ലീഗ് പറയുന്നത്. പക്ഷെ ലീഗ് പറയുന്നത് ഒരു നാടകമല്ലേ എന്നുള്ളതാണ് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് എന്നെ ഒന്ന് നിർബന്ധിക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ആ ഒരു നാടകമല്ലേ അത്? നാടകം തന്നെയാണ്, നിർബന്ധിക്കണം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ സാധാരണ ഇതിൽ അവരെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള, നമ്മൾ മലയാളത്തിൽ സാധാരണ നിയാമക അധികാരം എന്നൊക്കെ പറയും, ഈ അധികാരമുള്ള പൊസിഷനെ അവർ എപ്പോഴും ക്ലെയിം ചെയ്യുക. പണ്ട് EMS മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്ത് 67-ലൊക്കെ അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അച്യുതമേനോൻ മന്ത്രിസഭയിൽ അങ്ങനെയായിരുന്നു. പ്രധാനപ്പെട്ടാണല്ലോ ആഭ്യന്തരം, വിദ്യാഭ്യാസം, റവന്യൂ, ഇതുപോലത്തെ ചില കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇഫ് അറ്റ് ഓൾ ഇത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ചോദിക്കാൻ പോകുന്നത് ഹോമായിരിക്കും, ആഭ്യന്തരമായിരിക്കും. ആഭ്യന്തരം കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല, ഇവർക്ക് തന്നെ കയ്യിൽ വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവർ അങ്ങോട്ട് കയറി നിർബന്ധിച്ച് തന്നെ ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി പദം കൊടുക്കും. അതിനുള്ള സാധ്യത കോൺഗ്രസിന് നന്നായിട്ട് അറിയാമല്ലോ. അതായത് കാരണം കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദം കൊടുത്തില്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഹോം മിനിസ്ട്രി അത് ചോദിക്കുമ്പോൾ അതിലും ഭേദമാണ് ഉപമുഖ്യമന്ത്രി പദം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ഗമ ആണ്, അല്ലെങ്കിൽ പവർ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അങ്ങനെ ഒരു സാധനം ഇല്ല. ഉപപ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ പറയണതാ. അതെ, അങ്ങനെ ഒരു സംഭവമില്ല, ഉപമുഖ്യമന്ത്രി ഒന്നുമില്ല. പക്ഷെ അതൊരു ഗമയാണ്. കാരണം ഞാനാണ് രണ്ടാമൻ എന്നുള്ള മറ്റുള്ള ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങനെ ഒരു ഗമയ്ക്ക് മാത്രമുള്ള ഒരു പോസ്റ്റാണ് ഉപമുഖ്യമന്ത്രി പദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മനസ്സിലാകാത്തവരല്ല ലീഗുകാർ. അപ്പൊ ലീഗ് ശരിക്കും ഉപമുഖ്യമന്ത്രി പദം ചോദിക്കാതെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആഭ്യന്തരം കിട്ടാൻ തന്നെയാണ്. ഏറ്റവും ശക്തമായിട്ട് ഇടപെടാൻ പറ്റുന്ന പോർട്ട്ഫോളിയോകൾ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം, റവന്യൂ, എഡ്യൂക്കേഷനാണ്. പ്രസ്റ്റീജിയസ്. പിന്നെ പലതും ഉണ്ടെങ്കിൽ പോലും ഇത് മൂന്നും. പിന്നെ ഹെൽത്ത് ഒന്നും അത്ര വരില്ല. ഹെൽത്ത് പിന്നെ അവർ ഒരു മന്ത്രിസഭയും കാര്യമായിട്ട് ഗവനിച്ചിട്ടുള്ളതല്ല, അതൊരു ആളെ വേണമെന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. ഓക്കെ, ശൈല ടീച്ചർ കാലത്ത് ചില നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഒഴിവാക്കിയാൽ സാധാരണ ഹെൽത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. ഹെൽത്ത് കുറച്ച് സംസാര വിഷയമായത് അപ്പോഴാണ്. സംസാരം അതിന് ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ള ഇത് വെച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഹെൽത്ത് ഏറ്റവും സംസാര വിഷയം കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതൊന്നും അല്ലാതെ ഈ ഹോം, എഡ്യൂക്കേഷൻ, റവന്യൂ, അങ്ങനെ പിന്നെ ധനകാര്യം ഇതിലെല്ലാത്തിലും ഒരുപക്ഷെ പല സമയത്തും കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഹോമിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഹോമിന് തന്നെ പലപ്പോഴും അലോക്കേഷനും ഫണ്ടിനൊക്കെ ധനകാര്യമന്ത്രിയുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ധനകാര്യം പലപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്കാർ അവരിൽ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കേ കൊടുക്കുള്ളൂ. പണ്ട് മുരളീധരൻ മന്ത്രിസഭയിൽ ചേർന്ന കാലത്ത് ധനകാര്യം ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനം ഇലക്ട്രിസിറ്റി കൊടുത്ത് നിർത്തുന്നത് ചെയ്തത്. അത് പിന്നെ ഇലക്ഷൻ തോറ്റുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല മന്ത്രിയുടെ ജോലി ചെയ്തിട്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ 3 or 4 അവർ ചോദിക്കാം ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ. അവർക്കും അറിയാം. ഇപ്പോൾ പ്രജിത പറഞ്ഞ പോലെ വെറുതെ ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർഷിപ്പ് കിട്ടിയിട്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ലയെന്ന് അവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അതിനൊപ്പം അവരെന്തെങ്കിലും ഈ 3-4 എണ്ണത്തിൽ ഒരെണ്ണം ചോദിക്കാതിരിക്കില്ല. അതായത് ഉപമുഖ്യമന്ത്രി പദം പ്ലസ് മറ്റൊരു വകുപ്പ്, ഹോം, റവന്യൂ, എഡ്യൂക്കേഷൻ, ഇത്രയും 3 പ്രധാനപ്പെട്ടത് ചോദിക്കാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UDFൻ്റെ വിജയത്തിൻ്റെ പ്രധാന പങ്ക് അവർക്കല്ലേ. അവർ ചോദിക്കുന്നതിൽ അവർ കുറ്റം പറയാൻ പറ്റുമോ? കോൺഗ്രസ് UDF മൈനസ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ദയനീയമായിരിക്കും. കാര്യമായിട്ട് അവർക്കൊന്നും, കാരണം വളരെയധികം ആൾക്കാർ മലബാറിൽ നിന്ന് വരുന്നത് UDFൽ വരുന്ന അവിടെ നിന്നല്ലേ. പിന്നെ അവർ ഇനിയിപ്പോൾ വല്ലൊരു ഹങ്ങിനോട് അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ചെറിയ നെക്ക് ടു നെക്ക് വന്ന് നിൽക്കുന്നത് അതാണെങ്കിൽ ഇവരെ CPM പിടിച്ചുകൊണ്ട് പോകാതിരിക്കാണ് നോക്കണ്ടേ. അവരെപ്പോൾ ആണെങ്കിൽ ലീഗിനെ സ്വീകരിക്കാൻ തയ്യാറാണല്ലോ. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലീഗിനോട് അയിത്തൊന്നുമില്ല. SDP വേറൊരു അടുക്കാമെങ്കിൽ പിന്നെ ലീഗ് എന്താ? പിന്നെ ലീഗിനെ ഒരു പണ്ട് MP പോകുന്നതിനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ് കുറേ നാളുകൾക്ക് മുമ്പ്. അവർ കുറച്ചൊക്കെ അങ്ങനെ പകുതി മനസ്സുമായിരുന്നു. പിന്നെ അതെങ്ങനെയോ ചില കാര്യങ്ങൾ അത് വർക്കൗട്ട് ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ളൊരു 5 വർഷം കൂടി കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കാം എന്നുള്ള രീതിയിലാണ് ലീഗ് നിൽക്കുന്നത്.
ഇനിയുള്ള ഭരണം ആർക്ക് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ദർ എക്സിസ്റ്റൻസ്. കാരണം കേന്ദ്രത്തിൽ പവറില്ല കോൺഗ്രസ്സിന്. മറ്റേ അതൊരു ക്ലൗട്ട് ഉണ്ടായിരുന്നു അവർക്ക്. കേന്ദ്രത്തിൽ പല കാര്യങ്ങൾ ചെയ്ത് കിട്ടുമായിരുന്നു ഇവരുടെ സമുദായത്തിന്. അതുപോലെ പല കാര്യങ്ങൾക്ക് ഇവർക്ക് പലതും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പം അതില്ലാതെ ഇരുന്നിട്ട് 10 കൊല്ലത്തിൽ 12 കൊല്ലമായിട്ട് അതില്ല. ഈ സ്റ്റേറ്റിലും ഇല്ലെങ്കിൽ, സ്റ്റേറ്റിൽ അഥവാ കിട്ടിയാൽ തന്നെ നല്ല പൊസിഷൻ അല്ലെങ്കിൽ എന്ത് കാര്യം? അപ്പോൾ ഒരു മറ്റേ യുവജനക്ഷേമം, എന്താ പറയുക, സ്പോർട്സും ഒക്കെ ഇട്ട് തൃപ്തിപ്പെടാൻ പോകുന്ന ആൾക്കാരല്ല അവർ. അല്ല, അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയാണ് ഭരണത്തിൽ വരേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാറ്റങ്ങൾ ഉപമുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നാൽ പോലും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് പോലും ലീഗായിരിക്കുമെന്നുള്ള സംസാരം ഇപ്പോഴും ഉണ്ട്. അതായിരിക്കും. അതോടൊപ്പം തന്നെ വളരെ ഒരു കവറ്റഡ് പോർട്ട്ഫോളിയോ ഓൺ ഇൻഡസ്ട്രി. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പെടുത്തേണ്ട ഒരു സാധനമാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആണ്. കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ പോർട്ട്ഫോളിയോ നോക്കിയിട്ടുള്ള ആളല്ലേ പണ്ട്, ഇബ്രാഹിം കുഞ്ഞൊക്കെ നോക്കിയിട്ടുള്ളതല്ലേ. ഇപ്പം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാലും വളരെയധികം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ചാൻസ്, ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു വകുപ്പാണ്. അപ്പം അത് ചോദിക്കാം, ധനകാര്യം ചോദിക്കാം, ഹോം മാത്രമല്ല ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത് ചോദിക്കുക എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഭരണത്തിൽ വരികയാണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള കൂടുതൽ പല ആനുകൂല്യങ്ങൾ അവർ ചോദിക്കും. പിന്നെ മദ്രസ എഡ്യൂക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ധാരാളം ചോദിക്കും. പിന്നെ കേന്ദ്രത്തിൻ്റെ പല നയങ്ങൾ അവർ ആൻറ്റി മൈനോറിറ്റീസിന് അവർ വ്യാഖ്യാനിക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, അങ്ങനത്തെ പല കാര്യങ്ങളും, വഖഫ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിൻ്റെ നയത്തിന് വിരുദ്ധമായിട്ടൊരു നയം ഈ സ്റ്റേറ്റിനെ കൊണ്ട് എടുപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മുഴുവൻ നടത്തും. കാരണം അവരുടെ അടിസ്ഥാനപരമായിട്ട് അവരുടെ സമുദായം പിന്നെ അനവധി കാര്യങ്ങൾ ഈ പരസ്യമായിട്ട് പറയാത്തത് നടക്കും. അതെന്തൊക്കെയാ? പരസ്യമായിട്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമികയും SDPIനെ, പോപ്പുലർ ഫ്രണ്ടിനെ പല ആൾക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ അവരൊരു കാര്യമല്ലേ. പുറത്ത് പറയുമ്പോൾ എല്ലാം വ്യത്യസ്ത സംഘടനകളാണെന്ന് തോന്നിയാലും PDPക്കും എല്ലാം അനവധി കേസുകൾ നിലവിലുണ്ട്. ഈ കേസുകളുടെ കാര്യങ്ങളിലൊക്കെ കുറേശ്ശെ സ്ലോ പെഡലിംഗ് നടത്തിക്കാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഹമാസിൻ്റെ ആൾക്കാർ ആനപ്പുറത്തൊക്കെ വെച്ചിട്ട് പടമൊക്കെ വെച്ചിട്ട് നടന്ന പരിപാടികൾ നടത്തുന്നുണ്ട്. അതിന് കുറച്ചുകൂടെ ലെജിറ്റിമസി കിട്ടും. CPM അതിനെ സഹായിച്ചിരുന്നു. CPM അതിനെ തീർത്തിട്ടൊന്നുമില്ല, പോലീസൊന്നും ഒരു കേസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇതാകുമ്പോൾ കുറേ കൂടെ അത് ലെജിറ്റിമസി കൂടുതൽ കിട്ടും. മറ്റേ CPM പറയാതെ ഒളിച്ചു കളിയാണ്, അങ്ങനെ നടന്നോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ള മട്ടിലൊക്കെയാണ് അവർ പെരുമാറാറുള്ളത്. ഈ ലീഗ് അമ്പലനടയിൽ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ച കൂട്ടരാണ്. ആ കാര്യങ്ങൾക്കും കൂടുതൽ ശക്തി വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPIയും പോപ്പുലർ ഫ്രണ്ടും പോലുള്ള സംഘടനകൾക്ക് കൂടുതൽ ലെജിറ്റിമസി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ അമ്പലനടയിൽ കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ വരും. മറ്റേ കുന്തിരിക്കം കരുതിക്കോ എന്നുള്ളത് അതിൽ വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ കൂടുതൽ റിലിജിയസ് ഓർത്തഡോക്സി നടപ്പിലാക്കാനായിട്ട് അവർ ശ്രമിക്കും. പല കാര്യങ്ങളിലും അവർക്കത് സാധിക്കും. പ്രധാനമായിട്ടും ഇപ്പോൾ കേസുകളുടെ കാര്യങ്ങൾ ധാരാളം കേസുകളില്ലേ, ഇപ്പോൾ ടെററിസ്റ്റുകളുടെ കേസുകളും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ, LDF അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ UDFൻ്റെ കാലത്ത് അവർക്ക് ഭരണത്തിൽ അവരുണ്ടെങ്കിൽ അത് കുറേ കൂടി എളുപ്പമല്ലേ, കുറേ കൂടി ശക്തമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് അവർ ഭരണത്തിൽ വരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫാക്റ്റ് അത് ലീഗ് ഭരണമായിരിക്കും, കോൺഗ്രസ് ഭരണമൊന്നുമല്ല. അതായത് തങ്ങൾ കുടുംബം ഭരിക്കും എന്നുള്ളതാണ്. തങ്ങൾ കുടുംബം എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിൽ തങ്ങൾ കുടുംബത്തിനേക്കാളും വലിയ ആൾക്കാരായാലും പലരുമുണ്ട്. ഈ കാര്യങ്ങൾ വളരെ തങ്ങൾ കുടുംബത്തിനേക്കാൾ കൂടുതൽ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. അത് നിലവിൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറ്. ഒരിക്കൽ പരസ്യമായിട്ട് ഒരു യേശുദാസും ഇദ്ദേഹം കൂടി ചെയ്യുന്ന സമയത്താണ് യേശുദാസ് ഒച്ചത്തിൽ ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇതെന്തും ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജിൽ. ആ പത്രങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ കൂടി ലെജിറ്റിമേറ്റ് ആയ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏത് കാര്യത്തിനും അവർ കോംപ്രമൈസ് റെഡിയാണ്. അവർക്ക് പവർ മാത്രം മതി. അത് ഓൾ ഇന്ത്യ നയം കേരള നയം സെയിമാണ്. ഓൾ ഇന്ത്യ ഭാഗത്തുനിന്ന് അവർക്ക് ശക്തമായിട്ട് നിങ്ങളിങ്ങനെ ചെയ്തേക്കും എന്ന് തന്നെ പറയും. കാരണം കേരളത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് അവർ മറ്റ് സ്റ്റേറ്റുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക, മുസ്ലിം മതവർഗീയതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട്. അപ്പോൾ ഇൻഫാക്റ്റ് പ്രാക്ടിക്കലി സംഭവിക്കാൻ പോകുന്നത് UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ലീഗ് ഭരണമായിരിക്കും. അതിന് തർക്കമില്ല. അതിപ്പോ എല്ലാവരും ആദ്യമേ പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയായിട്ട് ഒരാളുണ്ടാവും, കോൺഗ്രസിന്റെ അത്രേ ഉണ്ടാവുള്ളൂ, ഒരു ഡമ്മി. ആ ഡമ്മി ആരായിരിക്കും എന്നുള്ളതിൽ ഇപ്പോ ഒരു തീരുമാനം. ഇപ്പൊ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള സംസാരം വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിൽ പറയുന്ന ഒരു കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തമ്മിലടി അവിടെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ല. അത് കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഇങ്ങനെ ഓരോ ദിവസം ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കും. അതിന്റെ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നായിരിക്കോ അതോ ഇപ്പോഴത്തെ നില വെച്ചിട്ട് ലീഗിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു തീരുമാനമായിരിക്കും ഉയർന്നത്? ഹൈക്കമാൻഡിന്റെ തീരുമാനം ലീഗിന്റെ തീരുമാനം ഒന്നും തന്നെ ആയിരിക്കില്ലേ ഫലത്തിൽ? ലീഗിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോകണില്ല. അപ്പോൾ അത് രണ്ടായിട്ട് കാണണ്ട. കോൺഗ്രസ് ഹൈക്കമാൻഡ് ലീഗ് ഒന്നായിട്ട് നമ്മൾ കണ്ടാൽ മതി. എനിക്കങ്ങനെ തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ രമേശുണ്ട്, BD സതീശനുണ്ട്, ഇങ്ങനെ രണ്ടാൾക്കാരാണല്ലോ പ്രമുഖരായിട്ട് പറയുന്നത്. പക്ഷേ ഇലക്ഷന് ജയിക്കാത്തവർക്ക് മുഖ്യമന്ത്രി ആവാമെന്ന് പറഞ്ഞ ഒരാൾ വേറെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിനും വരാമല്ലോ. അദ്ദേഹത്തിന് അവിടെ അതിനെ പറ്റിയ ഗോഡ് ഫാദറും ഉണ്ട് ഡൽഹിയിൽ. അപ്പം അവസാനം തർക്കിക്കുന്നവരാരും ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം അതേതായാലും ലീഗിനെ സംബന്ധിച്ച് 3 പേരെ. ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുമോ അതോ ഉപമുഖ്യമന്ത്രി പദം മാറ്റിവെച്ചുകൊണ്ട് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് ലീഗ് എത്തുമോ? രണ്ടും അവരെ സംബന്ധിച്ച് സ്വീകാര്യമായിരിക്കും. രണ്ടാമത്താണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു വകുപ്പ്, അതിനെ കൂടുതൽ സാധ്യതയുള്ളൂ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ആര് മുഖ്യമന്ത്രിയായാലും ലീഗിൻ്റെ കൺട്രോളിൽ നിൽക്കേണ്ടി വരുമല്ലോ. KC വേണുഗോപാലായാലും രമേശായാലും സതീശനായാലും ഇവരെ മറികടന്നുകൊണ്ട് ചെയ്യാൻ ഈ 3 പേർക്ക് എന്താ സാധിക്കുക? കാരണം കേരളത്തിൻ്റെ ഈ പോൾ അരിത്തമെറ്റിക്സ് അല്ലേ ഇതിൽ കൗണ്ട് ചെയ്യപ്പെടുന്നത്. എണ്ണി കഴിയുമ്പോൾ വരാൻ പോകുന്ന അരിത്തമെറ്റിക്സ് ഈ കാര്യം കൗണ്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേരള സെൻട്രിക്കാലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ല ഹൈക്കമാൻഡിന് പ്രത്യേകിച്ച് അഭിപ്രായം എന്ന് പറയാനല്ലോ. പിന്നെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അവർക്ക് എന്താ പ്രശ്നം? ലീഗിന് എല്ലാ അധികാരങ്ങളും കൊടുത്താൽ അവർക്ക് എന്താ പ്രശ്നമുള്ളൂ? ഒരു പ്രശ്നമില്ല. മഹാഭാരത യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ്. അധികം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറച്ചാൾ മുമ്പ്. അപ്പോൾ അതെനിക്ക് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പിൻഗാമികൾക്ക് കുറച്ച് നല്ല പൊസിഷൻ കൊടുത്താൽ എന്താ കുഴപ്പം? മഹാഭാരതം വലിയൊരു ഭാരതമാണല്ലോ, യുദ്ധം വലിയ യുദ്ധമാണ്. അതിൽ പങ്കെടുത്ത ആളുടെ പിൻഗാമികളാണ് അവർ. അങ്ങനെയൊക്കെ എന്തും പ്രതീക്ഷിക്കാം. എന്ത് വന്നാലും ലീഗിൻ്റെ ഭരണമായിരിക്കും. ഈ മുഖ്യമന്ത്രി ആരായാലും ലീഗിനത് പ്രശ്നമായിരിക്കില്ല. ലീഗ് ചിലപ്പോൾ അഭിപ്രായം പോലും പറയില്ല. നിങ്ങളാരെങ്കിലും ആയിക്കോളാൻ പറയും. ചരട് കയ്യിലുണ്ട്. ഇപ്പം എന്താ പുറത്ത് ഒരാൾ എന്ത് കാണിച്ചാലും എന്താ? നമ്മളിതൊരു പാവകളി പോലത്തെ സംഭവമല്ലേ. പാവയ്ക്ക് വോയിസ് ഇല്ലല്ലോ, ഈ കളിപ്പിക്കുന്ന ആൾക്കല്ലേ വോയിസ് ഉള്ളൂ. അത്രയേ ഉള്ളൂ അതിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്. മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.